ചേറ്റുകുണ്ട മീത്തൽ വീട് തറവാട്ടിൽ വയനാട്ടുകുലവൻ തേംകെട്ടിന് കൂവം അളന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. പാലക്കുന്ന് കഴകം ചേറ്റുകുണ്ട പ്രാദേശിക സമിതി പരിധിയിൽ ആദ്യമായി അരങ്ങേറുന്ന ചേറ്റുകുണ്ട മീത്തൽ വീട് തറവാട്ടിൽ വയനാട്ടുകുലവൻ തേംകെട്ടിന്റെ ഭാഗമായി കൂവമളക്കൽ ചടങ്ങ് നടന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സ്ഥാനികരും ക്ഷേത്ര നടത്തിപ്പുകാരും തറവാട്ടംഗങ്ങളും നാട്ടുകാരും ആഘോഷ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്ത നിരവധി ആളുകളുടെ സാന്നിധ്യത്തിൽ വെളിച്ചപ്പാടുകളുടെ അനുബന്ധ അനുഷ്ഠാന നിർവഹണത്തോടെയാണ് കൂവമളക്കൽ ചടങ്ങ് നടന്നത്. തിരുമുറ്റത്ത് കൂട്ടിയിട്ട നെല്ലിൻ കൂമ്പാരത്തിൽ നിന്ന് ചൂട്ടൊപ്പിക്കാൻ നിയുക്തനായ ബാലൻ കൊളത്തിങ്കാലാണ് ബാല്യക്കാരുടെ സഹായത്തോടെ കൂവം അളന്നത്. കുണ്ടംകുഴി പഞ്ചലിംഗേശ്വര, തൃക്കണ്ണാട് ത്രയംബകേശ്വര, കീഴൂർ ശാസ്താ ക്ഷേത്രത്തിലേക്ക് 21 ഇടങ്ങഴി വീതവും, കോട്ടപ്പാറ വയനാട്ടുകുലവൻ തറവാടിലേക്ക് 2 പറയും, പനയാൽ മഹാലിംഗേശ്വര, കരിപ്പൊടി ശാസ്ത, അരവത്ത് സുബ്രഹ്മണ്യസ്വാമി, പൂച്ചക്കാട് മഹാവിഷ്ണു, ആലക്കോട് മഹാവിഷ്ണു, പാക്കത്തപ്പൻ മഹാദേവ, പാക്കം മഹാവിഷ്ണു, ഉദയമംഗലം മഹാവിഷ്ണു, തണ്ണോട്ട് മഹാവിഷ്ണു, രാമണേശ്വരം പെരുംതൃക്കോവിലപ്പൻ, വാരിക്കാട്ട് മഹിഷമർദിനി, തിരൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 11 ഇടങ്ങഴി വീതവുമാണ് കൂവമളന്നത്. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രമടക്കം 13 ആരാധനാലയങ്ങളിൽ ദീപത്തിന് എണ്ണയും നൽകും. തെയ്യംകെട്ടിന് 2 കൈവീതുകൾക്ക് 2 പറ വീതവും, അനുബന്ധ ചടങ്ങുകൾക്കായി 7 പറ വീതവും, തെയ്യംകെട്ടിന് 2 കൈവീതുകൾക്ക് 2 പറ വീതവും, അനുബന്ധ ചടങ്ങുകൾക്കായി 7 പറ വീതവും പച്ചരിയും പുഴുങ്ങലരിയും അളന്നു. തറവാട്ടിൽ മഹോത്സവം നടക്കുമ്പോൾ സമീപത്തെ ആരാധനാലയങ്ങളുടെ ദേവതാ സങ്കല്പങ്ങളെ മറന്നുപോകരുതെന്ന ഓർമ്മപ്പെടുത്തലാണ് കൂവമളക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അളന്ന് തിട്ടപ്പെടുത്തി ചാക്കുകളിൽ നിറച്ച കൂവമളന്ന നെല്ല് ഏറെ വൈകാതെ തന്നെ അതതിടങ്ങളിൽ എത്തിക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഉദയമംഗലം സുകുമാരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.